ഹായ് നമസ്കാരം. വെൽക്കം ടു സ്റ്റഡി ചെയ്തിട്ടുള്ള നമുക്ക് ചട്പട് ഓർ നട്കടിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി, അറിയാം കുറച്ച് ഗ്യാപ്പ് വന്നു. പക്ഷേ ഈ പാർട്ടോട് കൂടി നമ്മൾ ഈ ചാപ്റ്റർ അങ്ങ് തീർക്കും. അപ്പോൾ 9ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ആദ്യത്തെ ചാപ്റ്ററായ ചട്പട് ഓർ നട്കട്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരണേ. കണ്ടവരാണെങ്കിൽ എങ്ങും പോകണ്ട, ഇവിടെ ഇരുന്ന് ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയ കഥ? ചട്പടും നട്കടും കൂടി രണ്ടുപേരും വെള്ളത്തിൽ വീണതുകൊണ്ട് ഡ്രസ്സ് ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓടിപ്പോകുമായിരുന്നു അല്ലേ. ഒരാൾ വെള്ളത്തിൽ വീണ് പോയി, ഒരാൾ രക്ഷപ്പെടുത്താൻ പോയി. അങ്ങനെ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി നനഞ്ഞു. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഫുള്ള് നനഞ്ഞു. പക്ഷേ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഡ്രസ്സ് ഉണങ്ങിയാൽ വേണം, അതുകൊണ്ട് അവർ ഓടിപ്പോകുന്നു. അത്രയുമാണ് കഥ നമ്മൾ പറഞ്ഞു നിർത്തിയേക്കുന്നത്. അപ്പോൾ ബാക്കി നോക്കിയേ, 10ാമത്തെ പേജാണേ. സർദിയോ മഫി ശുരു നഹി ഹുയി തി. സർദി മീൻസ് വിൻ്റർ സീസൺ, തണുപ്പ് കാലമാണേ. അപ്പോൾ തണുപ്പ് കാലം അഫി ഇപ്പോഴും ശുരു നഹി ഹുയി തി. ശുരു ആരംഭിക്കുക, നഹി ഇല്ല. അപ്പോൾ ശുരു നഹി ഹുയി തി ഇതുവരെയും തുടങ്ങിയിട്ടില്ല, തണുപ്പ് കാലം തുടങ്ങിയിട്ടില്ല. മൗസം സാഫ്ത, സീസൺ വളരെ ക്ലീൻ ആയിരുന്നു, ഒരു നോർമലായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. ചട്കീലി ധൂപ്പ് നികലി ഹുയി തി. ചട്കീലി തിളക്കമുള്ള, ബ്രൈറ്റായിട്ടുള്ള, ധൂപ്പ് വെയിൽ, നികലി ഹുയി തി നല്ല തിളക്കമുള്ള വെയിലൊക്കെ ഉണ്ടായിരുന്നു. ദോനും വൈ മജേമീൻ ദൗഡ്തേ ചലേഗേ. രണ്ട് സഹോദരന്മാരും കൂടി മജേമയും വളരെ സന്തോഷത്തോടെ ദൗഡ്തേ ചലേഗേ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാലാ പാർക്കിയ, തോട് കടന്നുപോയി. ബാഗ് പാർക്കിയ, തോട്ടം കടന്നുപോയി. കേത്ത് പാർക്കിയ, വയൽ കടന്നുപോയി. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തോട്, തോട്ടം, വയൽ, ഇതൊക്കെ കഴിഞ്ഞു. ബർഗത് കോഫി പീച്ചെ ചോർത്തിയ, മരത്തിനെ അവരെ പിന്നിലാക്കി. ഒരു ആൽമരം ഉണ്ടായിരുന്നു, അതിനെയും പിന്നിലാക്കി. അതും കഴിഞ്ഞവർ ഓടിപ്പോവുകയാണ്. അപ്പോൾ എല്ലാത്തിനെയും പിന്നിലാക്കിക്കൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഓടുകയാണ്, ചട്പടും നട്കടും. ലേക്കിൻ പക്ഷേ, പോക്കർത്തെ പഹുഞ്ചത്തെ പോക്കർ വരെ എത്തിയപ്പോൾ, പോക്കർ എന്തായിരുന്നു? കുളം. അപ്പോൾ കുളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ദോനോം രണ്ടുപേരും ദഗ്ഗയെ ഓർ രുക്കെ, രണ്ടുപേരും ദഗ്ഗയെ ക്ഷീണിച്ചു പോയി, ഓർ രുക്കെ രണ്ടുപേരും നിന്നു, രണ്ടുപേരും തളർന്നു നിന്നു. കുളത്തിൻ്റെ അടും വരെ ഓടിപ്പോയി, പക്ഷേ കുളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും രണ്ടുപേരും ക്ഷീണിച്ച് നിന്നു. കപ്പടെ സൂഖ് ഗയെ ചോട്ടെ ചട്പടിനെ ഹാഫ്തെ ഹുയെ ലേക്കിൻ കുഷ് ഹോത്തെ ഹുയെ കഹാ. കപ്പടെ സൂഖ് ഗയെ ചോട്ടെ അനിയനെ വിളിച്ചിട്ട് പറയാണ് കപ്പടെ സൂഖ് ഗയെ, ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട് എന്ന് അനിയനെ വിളിച്ച് പറഞ്ഞു. ആര്? ചട്പട് എങ്ങനെയാണ് പറഞ്ഞേ? ഹാഫ്തെ ഹുയെ, കിതച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവർ ഓടിയല്ലി വന്നേ, അപ്പോൾ കിതച്ചുകൊണ്ടാണ് പറഞ്ഞത്. ലേക്കിൻ കുഷ് ഹോത്തെ ഹുയെ, പക്ഷേ സന്തോഷത്തോടെ. കിതച്ചുകൊണ്ടാണ് പറഞ്ഞത്, അതുപോലെ സന്തോഷത്തോടെയുമാണ് പറഞ്ഞത്. എടാ അനിയ, നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങി കേട്ടോ എന്ന് പറഞ്ഞു ചട്പട്. ആ ബഡേ വാക്കൈ, ആ ശരിയാ ചേട്ടാ, ഉണങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങി എന്ന് ആര് പറഞ്ഞു? നട്കട്, ഇളയാനിയും പറഞ്ഞു. കപടത്തോ സൂക്കെ, ആ ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ശരിയാ. നട്കടിനെ ഫി കുഷ് ഹോക്കർ കഹ, നട്കടും സന്തോഷത്തോടെയാണ് പറഞ്ഞത് ഡ്രസ്സ് ഉണങ്ങിയെന്ന്. തഫി നട്കട് കോ പോക്കർ കിനാരയേക്ക് ചിക്കിനി ഗിഡ്ഡി ദിഗായി പടി. പക്ഷെ അപ്പോൾ നട്കടിന് പോക്കർ കിനാരെ, കുളത്തിൻ്റെ തീരത്ത് ഒരു ചിക്കിനി ഗിഡ്ഡി കണ്ടു നട്കട്. ചിക്കിനി ഗിഡ്ഡി എന്താണ്? ചിക്കിനി തിളക്കമുള്ളത്, ഗിഡ്ഡി എന്ന് പറഞ്ഞാൽ കല്ല്, കല്ലിൻ്റെ ചെറിയ പീസാണ്, കല്ലിൻ്റെ കഷ്ണമാണ് ഗിഡ്ഡി. അപ്പോൾ തിളക്കമുള്ള ഒരു കല്ലിൻ്റെ കഷ്ണം ആര് കണ്ടു? നട്കട് കണ്ടു. നട്കടിനെ ഉസേ ഉഡാലിയ, നട്കട് അത് എടുത്തു, ഉഡാലിയ. എന്നിട്ട് എന്താ ചെയ്തതെന്ന് നോക്കിയേ. തിർച്ചേ ഹോക്കർ, ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു നിന്നിട്ട് ഉസേ ഇസ് തരഹ് ഫേങ്ക, അതിനെ എറിഞ്ഞു. എങ്ങനെ എറിഞ്ഞ്? ഇസ് തരഹ്, ഈ രീതിയിൽ എറിഞ്ഞു. ഏത് രീതിയിൽ നോക്കിയേ. ഗിഡ്ഡി പാനിക്ക് സതഹ് പർ ഉചൽത്തി ഹുയി ദൂർ തക് ചലി ഗയി. എറിയുന്ന കല്ല് വെള്ളത്തിൻ്റെ മുകളിലൂടെ, വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ, സർഫസിലൂടെ തെന്നി നീങ്ങുന്ന രീതിയിലൊരു കല്ലെറിയൊക്കെ ഉണ്ടല്ലോ കുളത്തിലോട്ടൊക്കെ. അതായത് കല്ലെടുത്ത് എറിയും, വെള്ളത്തിൽ മുങ്ങിപ്പോകത്തില്ല, മുകളിലൂടെ ഇങ്ങനെ പോകുന്നൊരു പരിപാടിയില്ലേ, അങ്ങനെ കുമിളകളൊക്കെ ഉണ്ടാക്കിയിട്ട് പോകത്തില്ലേ, ആ രീതിയിൽ ആരെറിഞ്ഞു? നട്കട്. അങ്ങനെ പോകുന്ന രീതിയിൽ നട്കട് കല്ലെടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. ദേക്കാ ചട്പട് നെഫി ഏക ഗിഡ്ഡിയെ ഉടാക്കർ ഫേങ്ക് ദി. ഇത് കണ്ടപ്പോൾ നമ്മുടെ ചട്പടിനും ഇതുപോലെ കല്ലെടുത്ത് എറിയണമെന്ന് തോന്നി. ആദ്യം എറിഞ്ഞത് നട്കടായിരുന്നു, ഇളയാളായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ നമ്മുടെ ചേട്ടനായ ചട്പടിനും ഇതുപോലെ കല്ലെടുത്ത് എറിയാൻ തോന്നി. അവനും എന്ത് ചെയ്തു? ഏക ഗിഡ്ഡി ഉടാക്കർ, ഒരു കല്ലെടുത്തിട്ട് ഫേങ്ക് ദി, അതുപോലെ എറിഞ്ഞു. ലേക്കിൻ പക്ഷേ എന്തു പറ്റി? ഉസ്കി ഗിഡ്ഡിയെ ഏകദം പാനിയും ഗുഡ് ഹോഗൈ. അവൻ എറിഞ്ഞ കല്ല് അപ്പോൾ തന്നെ വെള്ളത്തിൽ താഴ്ന്നുപോയി, ഡിസപ്പിയർഡ്, അപ്രത്യക്ഷമായി പോയി. ഗുഡുപ്പിൻ്റെ മീനിങ് അപ്രത്യക്ഷമാവുക എന്നാണ്. ഏകദം പെട്ടെന്ന്, അപ്പോഴും തന്നെ.
എടുത്തെറിഞ്ഞ കല്ല് അപ്പോൾ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ചട്പട് എറിഞ്ഞ കല്ല് അതുപോലെ ഉപരിതലത്തിലൂടെ പോയില്ല, വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയി. ബെഡേ തുംകോ ഗിഡ്ഡി പൈരാന നഹി ആത്ത. അപ്പോൾ നട്കഡ് പറയുകയാണ്, ബെഡേ തുംകോ ഗിഡ്ഡി പൈരാന നഹി ആത്ത. അപ്പോൾ ചേട്ടാ നിനക്ക് ഗിഡ്ഡി പൈരാന നഹി ആത്ത, കല്ല് ഇങ്ങനെ എറിയാൻ അറിയത്തില്ല, കല്ല് ചാടിക്കുക അല്ലെങ്കിൽ തുള്ളിക്കുക എന്നൊക്കെയാണ് പൈരാനയുടെ മീനിങ്. അപ്പോൾ എന്താ പറഞ്ഞേ, കല്ലിനെ തുള്ളിക്കുന്ന രീതിയിൽ എറിയാൻ നിങ്ങൾക്ക് അറിയത്തില്ല ചേട്ടാ എന്ന് ആരാ പറഞ്ഞേ? നട്കഡ്. ഹാ ചോട്ടെ തും സിഖാ സക്തേ ഹോ. ശരിയാ അനിയ, നിനക്ക് ഒന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുമോ എന്നെ? അത് അങ്ങനെ കല്ലെറിയാൻ എന്നെ ഒന്ന് പഠിപ്പിക്കുമോ നീ എന്ന് ആര് ചോദിച്ചു? ചട്പട്. ക്യോ നഹി, ഓ അതിനെന്താ പഠിപ്പിച്ചാൽ, അഫീലോ ഇപ്പം നോക്കിയോ. നട്കഡിനെ ധ്യാൻ സെ നീച്ചെ ദേക്കർ. നട്കഡ് ഇത്രയും പറഞ്ഞിട്ട് ധ്യാൻ സെ വളരെ ശ്രദ്ധയോടെ നീച്ചെ ദേക്കർ താഴെ നോക്കിയിട്ട് ഏക്ക് ഗിഡ്ഡിയുടായി ഒരു കല്ലെടുത്തു. നേരത്തെ എടുത്ത പോലത്തെ ഒരു കല്ലിൻ്റെ പീസ് നട്കഡ് എടുത്തു. ഓർ എന്നിട്ട് ചട്പട് കോ ദിഖാത്തെ ഹുവേ ബോല. ചട്പടിനെ നോക്കിക്കൊണ്ട്, ചട്പടിനെ കാണിച്ചുകൊണ്ട്, ആ കല്ല് ചട്പടിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞതാ, നോക്കിക്കോണേ ഞാൻ ചെയ്യുന്ന പോലെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട്, ഗിഡ്ഡി ഐസി ലോ ജോ ജ്യാദ ഫാരി ഓർ കുർദരി നഹോ. ഇങ്ങനെയുള്ള കല്ലാണ് എടുക്കേണ്ടത്. എങ്ങനെയുള്ള കല്ല്? ഒരുപാട് ഭാരമില്ലാതെ, ഒരുപാട് വെയിറ്റ് ഇല്ലാത്തതായിരിക്കണം. ഓർ കുർദുരി നഹോ. കുർദുരി റഫ് ആവരുത്, പരുക്കൻ കല്ലാവരുത്, പരുപരുത്ത കല്ലാവാൻ പാടില്ല, ഭാരമുള്ളതും ആവാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു കല്ല് നോക്കിയെടുക്കുക. ഹൽക്കി ഓർ ചിക്കനി ഹോ. വളരെ നേരിയതും വളരെ മിനുസമുള്ളതുമായിട്ടുള്ള ഒരു കല്ലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള കല്ല് നോക്കിയെടുക്കുക എന്ന് നട്കഡ് ചട്പടിനോട് പറഞ്ഞു. ഓർ ഉസേ ഇസ് തരഹ് ഫേങ്കോ. എന്നിട്ട് അതിനെ ഈ രീതിയിൽ എറിയൂ എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കാണിച്ചു കൊടുത്തു നട്കഡ്. ലേക്കിൻ പക്ഷേ അബ് തക് ചട്പട് കാ ധ്യാൻ ബൺ ചുകാ താ. ഇപ്പോഴേക്കും നമ്മുടെ ചട്പടിൻ്റെ ശ്രദ്ധ മാറിക്കഴിഞ്ഞിരുന്നു. കല്ലെറിയേണ്ടത് എങ്ങനെയാണെന്ന് അനിയനോട് ചോദിച്ചു. അവൻ കല്ലെടുത്ത് എറിഞ്ഞ് കാണിച്ചു കൊടുത്തു. പക്ഷേ അത് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ചട്പടിൻ്റെ ശ്രദ്ധ മാറിപ്പോയി. ചട്പട് വേറെ എങ്ങോട്ടോ പോയി. എങ്ങോട്ട് പോയില്ല, അവിടെ തന്നെ ഉണ്ട്, പക്ഷേ ചട്പടിൻ്റെ ശ്രദ്ധ വേറെ എങ്ങോട്ടോ മാറിപ്പോയി. അവൻ എന്താ നോക്കിയേ, വഹ് പോക്കർക്കെ പാനി പേർ തൈർത്തി ബതക്കോങ്കോ ധ്യാൻ സെ ദേഖ് രഹാ താ. അവൻ എന്ത് ചെയ്യുകയായിരുന്നു? പോക്കർക്കെ പാനി പേർ, കുളത്തിലെ വെള്ളത്തിൽ, തൈർത്തി നീന്തിക്കൊണ്ടിരുന്ന, ബതക്കോങ്കോ ധ്യാൻ സെ ദേഖ് രഹാ താ. താറാവുകളുണ്ടായിരുന്നല്ലോ, ബതക്, അതിനെ വളരെ ശ്രദ്ധയോടെ ധ്യാൻ സെ ദേഖ് രഹാ താ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അനിയൻ കല്ലെടുത്ത് എറിയാൻ പഠിപ്പിക്കുന്ന ആ സമയത്ത് ചട്പട് എന്താ ചെയ്തേ? അത് ശ്രദ്ധിക്കാതെ മറ്റൊരു സ്ഥലത്തോട്ട് നോക്കിയിരുന്നു. എങ്ങോട്ടാണ് നോക്കിയിരുന്നത്? കുളത്തിൽ താറാവുകൾ നീന്തുന്നത് നോക്കി നിൽക്കുകയായിരുന്നു അവൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചട്പട് ഓർ നട്കഡിൻ്റെ സ്റ്റോറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് കുറച്ച് ചെയ്യാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. സ്റ്റോറി ഇത്രയേ ഉള്ളൂ, തീർന്നിട്ടുണ്ട്. ടാറ്റ.